വിഷരഹിതമായ പച്ചക്കറികൾ ഇങ്ങനെ തീന്മേശയിൽ കാണുമ്പോൾ കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു കുളിർമയാണല്ലേ. ഭാവിയിൽ നമ്മളെ മക്കളെങ്കിലും വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലരും ഓർഗാനിക് കൃഷി രീതിയിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത്തരം വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു വളരെ സന്തോഷമാണ്. എന്തായാലും നമ്മുടെ മാമിയുടെ കൃഷിത്തോട്ടത്തിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഇതുവരെ തക്കാളിയും കയ്പയ്ക്കും മുളകും ഒക്കെ വിളവെടുത്തു. അപ്പോൾ പറമ്പിലെ വിശേഷങ്ങൾ തീരുന്നില്ല. ഞാനിങ്ങനെ ഓരോ വിളവെടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പയറും വെണ്ടയ്ക്കും വെള്ളരിയും ഒക്കെ വിളവെടുക്കാനുണ്ട്. നമ്മളുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇവിടെ വലിയ പയറതായിട്ടുണ്ട്, നമുക്കിത് പറിക്കാം. കുറെ മുട്ടക്കുണ്ടെങ്കിൽ പയറ് കുറെ ഉണ്ട് അങ്ങോട്ടേക്ക് ആയിട്ട്. അപ്പൊ എല്ലാം ഒന്നും പറിക്കാനായിട്ടില്ല, ചിലതിൽ ചെറുതാണ്. ഇതും കൂടി പറിക്കാം. അപ്പൊ ഇതാ നമ്മളുടെ വെണ്ടക്ക. ഇതൊക്കെ ചെറുതാണ്. അപ്പൊ വലിയ വെണ്ടയ്ക്ക് ഇതാ വിളവെടുക്കാനായിട്ടുണ്ട്. ഇത് നമുക്ക് വിളവെടുക്കാം. ഭയങ്കര ഹാർഡാണ് നമ്മുടെ വെണ്ടക്ക, ഭയങ്കര വലിയ വെണ്ടക്ക. അപ്പോൾ ഇത് ഒരെണ്ണം ആയിട്ടുള്ള, ബാക്കിയൊക്കെ ചെറുതാണ്. പിന്നെ നമുക്ക് എടുക്കാം. വെള്ളരിക്കയാണ്. ഇവിടെ വെള്ളരിക്ക ചെറുതായിട്ട് ഒരെണ്ണമായി വരുന്നുണ്ട്, കുറച്ചും കൂടി വലിപ്പാവണം. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ ഉപ്പിലിട്ട മാങ്ങ. എല്ലാം ഇങ്ങനെ മൂത്ത് വരുന്നത്, ഭയങ്കര വലിപ്പുള്ള. എന്നാലും ഇത് കുറച്ചൊക്കെ ചെറുതാണ്, അപ്പൊ നല്ലോണം വലിപ്പാവും. അപ്പൊ ഇത് ഒരെണ്ണം വീണ് കിടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര വലുതായത്, കൊത്തിയിട്ടിട്ട് പോയതാണ്. നമ്മുടെ മൽഗോവ മാമ്പഴത്തിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ സപ്പോട്ട മരവും ഉള്ളത് കേട്ടോ. അപ്പൊ സപ്പോട്ട ഉണ്ട്. ഇതൊക്കെ സപ്പോട്ടന്റെ സീസൺ എല്ലാം തോന്നുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ കായ്ച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ ചെറുതാണ് ഇവിടെ സപ്പോട്ട. പിന്നെ നമ്മളുടെ കറിവേപ്പില. നമ്മളെ എല്ലാ വർഷവും നമ്മൾ ഒരുപാട് പേര് കറിവേപ്പില ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഇവിടെ മരമായിട്ട് കിടക്കുകയാണത്. താഴെയും കുറേ പൊടിച്ചു വന്നിരുന്നത്. പിന്നെ നമ്മളെ കൊള്ളി മരച്ചീനി വെച്ചിട്ടുണ്ട്, അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ വഴുതനങ്ങ ഇവിടെയുണ്ട്. വയലറ്റ് വഴുതനങ്ങ. അപ്പൊ പച്ച വഴുതനങ്ങ നമ്മൾ പറിച്ചത്. അപ്പൊ ഇനി നമുക്ക് വയലറ്റ് വഴുതനങ്ങ പറിക്കാം. മുള്ളുണ്ടായിരുന്നു അതിനകത്ത്. കുറെ ഉണ്ട്, അതൊന്നും ആയിട്ടില്ല. കുറച്ച് വലിപ്പമുള്ളതല്ല, എല്ലാം ചെറുതാണ്. അപ്പൊ അതായി വരുന്നത്. പിന്നെ പച്ച വഴുതനങ്ങ ഒരെണ്ണം ഉണ്ട്, ഭയങ്കരമായിട്ട് പറിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളിത് കാന്താരി മുളക് കുറെയൊക്കെ പറിച്ച് നമ്മളിതാ കുറച്ച് 2-3 കിടക്കുന്നുണ്ട്. പറിക്കാം 3. നമ്മുടെ മുളകിൽ തന്നെ പല രീതിയിലുള്ള മുളകുകളുണ്ടല്ലേ. ഇതൊക്കെ നല്ല രസമില്ലേ കാണാൻ, ചെടി കാണാൻ. ഇതൊക്കെ മുട്ടിട്ട് വരുന്നേ ഉള്ളൂ. ഇവിടെ നീളത്തിലുള്ള മുളകുണ്ട്. അപ്പോൾ ഉണ്ടമുളക് നമ്മൾ നേരത്തെ വിളവെടുത്ത് കഴിഞ്ഞു. നീളത്തിലുള്ള മുളക് ഇതും വിളവെടുക്കാനായിട്ടുണ്ട്. പിന്നെ ഇവിടെ മരച്ചീനി വീണ്ടും കുറേ ഉണ്ട്. മരച്ചീനിൻ്റെ കൂടെ ചേമ്പും ഒക്കെ ഉണ്ട്. ഇത് കണ്ടിക്കിഴങ്ങാണ്, വള്ളിയായിട്ട് പടർന്നു പിടിക്കുന്ന കണ്ടിക്കിഴങ്ങ്. അതും റെഡിയായി വരുന്നേ ഉള്ളൂ. ഒടുവിൽ നമ്മളുടെ ചക്കയിലെത്തിയിരിക്കുന്നു. നമ്മളുടെ ചക്ക വിളഞ്ഞ് കുറേ ചക്കയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു സ്പെഷ്യൽ ചീര കാണിച്ചു തരാം. ഇതാണ് ആ ചീര. അപ്പൊ ഇത് തോരനുണ്ടാക്കാൻ ബെസ്റ്റ്, അടിപൊളി, ഹെൽത്തിനൊക്കെ അടിപൊളിയാണെന്ന് പറയുന്നത്. അപ്പൊ ഇത് ആദ്യം ആവിക്ക് വെച്ചിട്ട് അരിഞ്ഞിട്ട് തോരനാക്കുന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ആ ചീര. രോഗങ്ങളൊക്കെ ഭേദമാക്കാൻ പറ്റുന്ന പല ചീരകളും നമ്മളുടെ തോട്ടത്തിലുണ്ട് കേട്ടോ. ഇതും വേറൊരു ചീരയാണ്, ബോർണി ചീര എന്നാണ് ഈ പേര്. ഇത് ഭയങ്കര ടേസ്റ്റുള്ള ചീരയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ്. ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്ന ചീര എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുന്നത്. പിന്നെ ഇതാ മുരിങ്ങക്ക മുകളിൽ വലുതായിട്ട് പോയിട്ടുണ്ട്, മുകളിൽ കുറച്ച് കിടക്കുന്നുണ്ട്.
അതൊക്കെ എടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നു നമ്മളുടെ ഓർഗാനിക് വിശേഷങ്ങൾ. നമ്മുടെ കുറ്റിമുല്ല കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജാസ്മിൻ്റെ ആ ഒരു മണം. അപ്പോൾ നമ്മളുടെ വിശേഷങ്ങൾ ഇങ്ങനെ കഴിയുന്നില്ല. ഇനി നമ്മൾ ഓർഗാനിക് ഫ്രൂട്ട്സ് ആണ് ഇനി കാണിക്കാനുള്ളത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിക്കാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ബൈ.